കളങ്കാവൽ കൗതുകം ഉണർത്തുന്ന ടൈറ്റിൽ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലിൽ എന്ന ചിത്രത്തിൽ 21 നായകന്മാർ കൂടിയുണ്ട്. രജിഷ മേനോൻ, ഗായത്രി അരുൺ എന്നിവർ ഉൾപ്പെടുന്നതാണ് നായികമാർ. ആദ്യമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ 21 നായികമാർ. മമ്മൂട്ടി ചിത്രത്തിൽ രജിഷ വിജയൻ എത്തുന്നതും ആദ്യമായിട്ടാണ്. എന്നാൽ വൺ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗായത്രി അരുൺ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വ്യത്യസ്ത ഭാവം കാണുമെന്ന് ഉറപ്പു നൽകുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതിന് മുതൽ കളങ്കാവലിനെ ഉറ്റുനോക്കിയാണ് പ്രേക്ഷകർ. സിനിമയിലെ മമ്മൂട്ടി പ്രതിനായക വേഷത്തിലും വിനായകൻ നായകനും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയരുകയും ചെയ്തു. മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്ന വിനായകൻ മമ്മൂട്ടി എന്ന പോസ്റ്റർ പുറത്തിറങ്ങുകയും ചെയ്തതോടെ ആവേശം ഇരട്ടിച്ചു. മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത പ്രകടനത്തിനായി കാത്തിരിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ. ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് സിനിമയുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ്. ജിഷ്ണു ശ്രീകുമാർ, ജിതിൻ കെ ജോസ് എന്നിവർ ചേർന്നാണ് തിരക്കഥ. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. കളങ്കാവൽ ആണ് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ്. അതേസമയം മഹേഷ് നാരായൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമ. എറണാകുളത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഉടൻ ജോയിൻ ചെയ്യും. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയ നീണ്ട താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് ഒരുങ്ങുന്നത്. അടുത്ത മാസം ചിത്രീകരണം പൂർത്തിയാവും. അമൽ നീരദ്, നിതീഷ് സഹദേവ് എന്നീ സംവിധായകരുടെ ചിത്രങ്ങൾ മമ്മൂട്ടിയെ കാത്തിരിക്കുന്നുണ്ട്.